രാത്രി നൂറയും ഋഷിയും ഇരുന്ന റൂമിൽ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ജിൻഡോ കയറി വന്നു. ജിൻഡോ എനിക്ക് വരാവോ എന്ന് ചോദിച്ചപ്പോൾ ഋഷി പറഞ്ഞു അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല, ചേട്ടൻ വായോ എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോനകത്ത് വിളിച്ചിരുത്തി. എന്നിട്ട് അവിടെ ഇവർ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആരെയാണ് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ അവിടെ നൂറ ചോദിക്കുന്നുണ്ട്, ആരെയാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ജിൻഡോനോട് ചോദിക്കുന്നുണ്ട്. എടുത്ത വഴിക്ക് ജിൻഡോ പറയുന്നുണ്ട് നൂറയാണെന്ന്. അപ്പോൾ അവരിരുന്ന് ചിരിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഋഷി പറയും, ഇതാണ് ജിൻഡോ ചേട്ടൻ, ആരാണ് മുന്നിലിരിക്കുന്ന ആ ആളെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അല്ലല്ല, ഞാൻ സത്യം പറഞ്ഞതാ, എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം നൂറയാണെന്ന്. അപ്പോൾ അതെന്താ അങ്ങനെയും ചോദിച്ചപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അല്ല, തുടക്കത്തിൽ വന്നപ്പോൾ അത്ര കാര്യമായിട്ടുള്ള ഗെയിമൊന്നും ഇല്ലാതിരുന്ന വ്യക്തിയാണ് നൂറ. ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഒരുപാട് ഗെയിമിലേക്ക് വന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നൂറയിൽ നിന്ന് കണ്ടുപഠിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ നൂറയെ കണ്ട് പഠിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് നൂറയാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് ജിൻഡോ പറയുന്നത്. സത്യത്തിൽ പുറത്തൊരു ഗോസിപ്പുണ്ട്. രണ്ടുപേരും തമ്മിൽ അകത്തേക്ക് പോയത് ഒരുമിച്ച് പറഞ്ഞുറപ്പിച്ചാണ്, ഇവർ തമ്മിൽ നല്ല കണക്ഷനാണ് എന്നൊക്കെ ഒരു പറച്ചിലുണ്ട്, പുറത്തൊരു ഗോസിപ്പ്. സത്യത്തിൽ ആ ഗോസിപ്പിലാണോ രണ്ടുപേരും അവിടെ കളിക്കുന്നത് എന്ന് നമുക്കറിയില്ല. രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും പിന്നെ ജിൻഡോൻ്റെ കാര്യമാണ്, ഏത് സമയത്ത് എന്താ പറയാമെന്ന് നമുക്കും ഒരു എത്തും പിടുത്തമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നൂറയാണ് വീട്ടിലെ ഏറ്റവും ഇഷ്ടം എന്നാണ്.